ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം മോഡലിലുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വിഷു ഒക്കെ അല്ലേ, അപ്പോൾ വിഷുവിന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാഗു റൈസ് അല്ലാന്നുണ്ടെങ്കിൽ ചൊവ്വരി അതും അല്ലെങ്കിൽ സാബുനരി ഇട്ട് നമ്മളിവിടെ സാബുനരി എന്നാണ് പറയുക. അതൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിത് ഇങ്ങനെ കുതിരാനായിട്ട് വെക്കുക കേട്ടോ. ഈ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നന്നായിട്ട് അത് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ കുറച്ച് വലുപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞാൽ അതിൽ നിന്ന് ഒന്ന് എടുത്തുകാണ്ട് ഇതുപോലെ ഇങ്ങനെ നെക്കി നോക്കിയാൽ പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞു പോരും ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഉറപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വേവായിട്ട് കിട്ടും ചെയ്യും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇനി നമ്മളത് എങ്ങനെയാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കടായി പാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് സാഗുവിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് സാഗു റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള സാഗു റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. ആ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും ഇതൊന്ന് വേവായിട്ട് വരാൻ. ഇതൊന്ന് തിളച്ച് വരട്ടെ. പെട്ടെന്ന് തന്നെ തിളാവും കേട്ടോ. ഇത് ഓൾറെഡി നല്ല തിളച്ച വെള്ളമല്ലേ, അത് കണ്ടില്ലേ, ഏകദേശം ഇങ്ങനെ തിളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഒരു 1/4 വേവിൻ്റെ മുകളിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 5-6 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനിതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇങ്ങനെ വേവായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മൂടി വെക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഏകദേശം നമ്മുടെ സാഗു റൈസ് ഇങ്ങനെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നമ്മളിതിലേക്ക് പാലല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്ക് വീട്ടിൽ പെട്ടെന്ന് പാലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയാണ്. തേങ്ങ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ പാലെടുത്തിട്ട് സെക്കൻഡ് പാൽ, നമ്മൾ ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ എന്ന് പറഞ്ഞിട്ട് എടുക്കൂലേ, അപ്പോൾ അതിൽ സെക്കൻഡ് പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് കുറച്ച് ടൈമും കൂടി ഈ ഒരു സാഗു റൈസ് വേവായിട്ട് വരട്ടെ. ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കസ്റ്റാർഡ് പൗഡറാണ്. 1 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ആട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടാൻ ഒരിക്കലും പാടില്ല. അതിൻ്റെ ആ ടേസ്റ്റ് കൂടുതലായിട്ട് അതിൽ നമ്മുടെ പായസത്തിൽ വരാൻ പാടില്ല. കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് കുറച്ച് വെള്ളത്തിൽ ഒന്നങ്ങ് കലക്കിയിട്ട് വെക്കാം. ഈ വെള്ളത്തിന് പകരം നമുക്ക് പാല് യൂസ് ചെയ്യാം കേട്ടോ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ ഇതൊന്ന് അങ്ങ് കലക്കി എടുക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഒരിക്കലും നമ്മൾ പായസത്തിലോട്ട് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ കട്ട കുത്തി പോവും. അപ്പം ആ ഒരു പാലിൽ കിടന്നിട്ട് സാഗു റൈസ് ഏകദേശം കുറച്ചും കൂടി ഒന്ന് വേവായിട്ടുണ്ട്. കണ്ണ് തെളിഞ്ഞ പോലെ ഇങ്ങനെ ഓരോന്നായിട്ടുണ്ട്. നല്ല വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളത് ഒഴിക്കുന്ന ടൈമിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ അതിങ്ങനെ ഊരിട്ട് കിടക്കുന്നുണ്ടാവും. എന്നിട്ട് മിക്സ് ചെയ്ത് കാണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക, ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കട്ട കുത്താൻ ചാൻസ് ഉണ്ട് ചൂടുള്ള ഇതിലേക്ക് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് ടൈം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കേട്ടോ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഏലക്കപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ പായസത്തിന്. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ തന്നെ വാനില എസൻസ് ആണ്. 1/4 ടീസ്പൂണിൻ്റെ കൂടുതൽ ഒഴിക്കാൻ പാടില്ല. ആ ഒരു 1/4 ടീസ്പൂൺ കറക്റ്റ് മതി കേട്ടോ. എല്ലാം ഞാൻ ആ ഒരു പറയുന്ന കറക്റ്റ് ലെവലിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആ പായസത്തിൻ്റെ ഒരു പെർഫെക്ഷൻ പോകും. അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറവായിട്ടാണ് വേണ്ടത് വെച്ചാൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. 1/4 കപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഈ ഒരു കപ്പ് ആഡ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളെ സാഗു നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഫസ്റ്റ് പാലും കൂടെ ഒഴിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ അധികം ഈ ഒരു പാല് കിടന്ന് തിളക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്നങ്ങ് ചൂടായാൽ മാത്രം മതി. എന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. തിളക്കുമ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ കിടന്ന് തിളച്ചാൽ നമ്മുടെ ആ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തമായിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ചൂടായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ പായസം ഒന്നങ്ങ് ചൂടായിട്ട് വന്നിട്ടുണ്ട്. കടിലാവ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. തിളക്കാൻ നിൽക്കണില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് വറവിടാനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നിറച്ചിട്ട് നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 kg ആണ്. നമുക്ക് ഏതാണ് ഫ്ലേവർ ഇഷ്ടം അതിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഏകദേശം രണ്ടും കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം വരും. അതൊന്നാണ് വെൽറ്റായിട്ട് വരട്ടെ. ഇതിലേക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കിസ്മിസൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിത് പായസത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ടേസ്റ്റിലുള്ളൊരു പായസം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇത് ഐസ്ക്രീം ടേസ്റ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് വിഷുവിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും കൂടിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സദ്യയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.